ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, +2 പൊളിറ്റിക്കൽ സയൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ സീരീസിലെ 4ാമത്തെ വീഡിയോയാണ്. ചാപ്റ്റർ 4 ആണ്, ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങൾ എന്നുള്ള പാഠഭാഗത്തു നിന്നാണ്. ഓക്കെ, ഈ പാഠത്തിൽ മെയിനായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഒരിക്കലും നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നോക്കിപ്പോവേണ്ടതായിട്ടുള്ള, നിർബന്ധമായിട്ടും നോക്കിപ്പോകേണ്ടതായിട്ടുള്ള പാഠങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം. അപ്പോൾ +2 പൊളിറ്റിക്കൽ സയൻസിലെ 4ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്, ഇന്ത്യയുടെ വിദേശ ബന്ധം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഇന്ത്യ ചൈന റിലേഷൻ, ഇന്ത്യ പാകിസ്ഥാൻ റിലേഷൻ, ഇന്ത്യയുടെ ചേരിചേരാ നയം, ഇതാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് ചേരിചേരാ നയം അല്ലെങ്കിൽ ചേരിചേരാ പ്രസ്ഥാനം, നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ്? ഓക്കെ, ഇത് ഒന്ന് നോക്കിയിട്ട് എന്തായാലും പോകണം. അതിനെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാനുള്ളൊരു ചോദ്യമാണ്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിലൊന്നാണ് ചേരിചേരാ നയം എന്ന് പറയുന്നത്, നോൺ അലൈൻമെൻറ്റ്. 2ാം ലോക മഹായുദ്ധാനന്തരം ലോകം വീണ്ടും ഒരു യുദ്ധത്തിൻ്റെ പ്രതീതിയിലേക്ക് USA നേതൃത്വത്തിലും അതുപോലെ തന്നെ USSRൻ്റെ നേതൃത്വത്തിലും 2 ചേരികളായിട്ട് മാറി. ലോകരാജ്യങ്ങൾ ഓരോരുത്തരും ഈ ഓരോ ചേരികൾക്ക് പിന്നിലായി അണിനിരക്കാൻ തുടങ്ങിയതോടുകൂടി ലോകത്ത് വീണ്ടും ഒരു യുദ്ധത്തിൻ്റെ ഒരു പ്രതീതി സൃഷ്ടിക്കുകയാണ്. ഈ സമയത്താണ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഒരു ചേരിയിലേക്കും ഇല്ലാത്ത രീതിയിലുള്ള രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ, അതാണ് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ്. മുതലാളിത്ത രാജ്യമായിട്ടുള്ള നമ്മുടെ അമേരിക്കയുടെയോ അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് രാജ്യമായിട്ടുള്ള USSRൻ്റെ കീഴിൽ അണിനിരക്കാതെ സ്വന്തമായിട്ട് ഒരു ചേരിയിലും പെടാത്ത കുറച്ച് രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ചേരിചേരാ പ്രസ്ഥാനം എന്നുള്ളത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. 2ാം ലോക മഹായുദ്ധാനന്തരം യുദ്ധത്തിന് ശേഷം പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾ ചേരിയിലേക്ക് ആകർഷിക്കപ്പെട്ടു, ഓരോ USSRൻ്റെ കീഴിലോ അല്ലെങ്കിൽ USA കീഴിലോ. ഈ കാലഘട്ടത്തിലാണ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ സ്വതന്ത്ര രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ എന്ന രീതിയിൽ ചേരിചേരാ പ്രസ്ഥാനം ഉയർന്നു വന്നിട്ടുള്ളത്. അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന 1ാം ചേരിയിലോ, അതായത് ക്യാപിറ്റലിസ്റ്റിക് എക്കോണമി ആയിട്ടുള്ള അമേരിക്ക നേതൃത്വം നൽകുന്ന 1ാം ചേരിയിലോ, സോവിയറ്റ് യൂണിയൻ നേതൃത്വം നൽകുന്ന 2ാം ചേരിയിലോ ചേരാതെ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സംഘടനയാണ് ചേരിചേരാ പ്രസ്ഥാനം എന്ന് അറിയപ്പെടുന്നത്. ദെൻ ഈ ഒരു ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചോദ്യം എന്തായാലും ഉണ്ടാവും. ജവഹർലാൽ നെഹ്റുവിൻ്റെ വിദേശ നയത്തിൻ്റെ ലക്ഷ്യങ്ങൾ 3 ലക്ഷ്യങ്ങളാണ്. അതായത് നമ്മുടെ പരമാധികാരവും സ്വാതന്ത്ര്യം സംരക്ഷിക്കുക, 2ാമത്തെ രാജ്യത്തിൻ്റെ ഭൂമിപരമായിട്ടുള്ള ഐക്യം സംരക്ഷിക്കുക, 3ാമത്തേതായിട്ട് ത്വരിതഗതിയിലുള്ള സാമ്പത്തിക വികസനം പരിശോധിപ്പിക്കുക. ഈ 3 ലക്ഷ്യങ്ങളാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ വിദേശ നയത്തിൻ്റെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. ഇത് ചോദ്യം വരാറുണ്ട്, അത് ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനുണ്ടാവും. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഒന്നും കൂടി നോക്കുക. അപ്പോൾ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ നാഴികക്കല്ലുകൾ 1947-49 ഡൽഹി ഏഷ്യൻ റിലേഷൻ സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്. ഏഷ്യൻ രാജ്യങ്ങളുടെ ഐക്യത്തിൻ്റെ ആവശ്യകതയായിരുന്നു അതിൽ ഉയർത്തിപ്പിടിച്ചത്. 1955 ബന്ധുങ്ങ് സമ്മേളനം ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിക്കുകയാണ്. ഇതിലാണ് ചേരിചേരാ പ്രസ്ഥാനം. ബ്രിയോൺ സമ്മേളനത്തിൽ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ഒരു നയരൂപരേഖ തയ്യാറാക്കി. ബാൽഗ്രേഡ് സമ്മേളനത്തിൽ ചേരിചേരാ പ്രസ്ഥാനം ഔപചാരികമായിട്ട് 1961 1955 രൂപീകൃതമായിട്ടുണ്ടെങ്കിലും 1961 ഇത് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തത്. ദെൻ ഏറ്റവും ഇതിൽ നോക്കേണ്ട മറ്റൊരു ഏരിയയാണ് ഇന്ത്യ ചൈന ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഇന്ത്യ ചൈന ആദ്യം ഒരു ഫ്രണ്ട്ലി റിലേഷനാണെങ്കിലും പിന്നീട് അക്രമോത്സുകമായിട്ടുള്ളൊരു റിലേഷൻസിലേക്ക് പോയിട്ടുണ്ട്. ഇന്ത്യ ചൈന ബന്ധം തുടക്കം മുതൽ വളരെ സൗഹാർദ്ദപരമായിരുന്നു. പിന്നീട് ഇന്ത്യ ചൈന ബന്ധത്തിൽ വിള്ളലുണ്ടാക്കിയിട്ടുള്ള 2 പ്രശ്നങ്ങളാണ്. ആ 2 പ്രശ്നം ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ദലൈലാമ ഇഷ്യൂസ്, 2 അതിർത്തി തർക്കം. ദലൈലാമ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിബറ്റൻ ആത്മീയ നേതാവായിട്ടുള്ള ദലൈലാമയ്ക്ക് ഇന്ത്യയിൽ അഭയം നൽകി. അത് ചൈനയെ ചൊടിപ്പിച്ചു. അതിർത്തി തർക്കം എന്ന് പറയുന്നത് ഇന്ത്യ ചൈന അതിർത്തി രേഖയായിട്ടുള്ള മാക്മോഹൻ രേഖ അംഗീകരിക്കാൻ, ബ്രിട്ടീഷുകാർ വരച്ചിട്ടുള്ള മാക്മോഹൻ രേഖ അംഗീകരിക്കാൻ കൂട്ടാക്കാത്തതും, അതുപോലെ തന്നെ ചൈന
അവകാശപ്പെടുന്നത് ജമ്മു കാശ്മീരിലെ ലഡാക്ക് മേഖലയിലെ അക്സായ് ചിൻ പ്രദേശവും അതുപോലെ തന്നെ അരുണാചലിലെ നോഫ എന്നിവയ്ക്ക് മേലെ ചൈന അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഇതോടെ ഇന്ത്യ ചൈന ബന്ധം വളരെ വഷളായി. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിന് ഇന്ത്യ നിശേഷം പരാജയപ്പെടുത്തു. 1962 ഇന്ത്യ ചൈന വാർ ഉണ്ടാകുന്നുണ്ട്. അതിൽ ഇന്ത്യ പരാജയപ്പെട്ടു. അപ്പോൾ ഈ അവകാശവാദം ഉന്നയിച്ചിരുന്ന പ്രദേശങ്ങൾ ചൈന കൈവശപ്പെടുത്തുകയും ചെയ്തു എന്നുള്ള അത് ഇന്ത്യയിലെ രാഷ്ട്രീയപരമായിട്ടുള്ള ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. നെഹ്റുവിൻ്റെ ഒരു പ്രതിച്ഛായക്ക് മങ്ങലേറ്റതാണ് 1962 ഇന്ത്യ ചൈന യുദ്ധം. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇന്ത്യ പാക് ബന്ധങ്ങൾ പ്രധാനപ്പെട്ട കരാറാണ് 1966 താഷ്കൻഡ് കരാറായിരുന്നു. ലാൽ ബഹദൂർ ശാസ്ത്രിയെ അയ്യൂബ് ഖാനായിരുന്നു ഒപ്പിട്ടിട്ട്. ഇത് ഒപ്പിട്ട പിറ്റേന്ന് താഷ്കൻഡിൽ വെച്ച് ലാൽ ബഹദൂർ ശാസ്ത്രി മരണപ്പെടുന്നുണ്ട്. ദെൻ സിംല കരാർ 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഫോർ ബംഗ്ലാദേശ് ഈസ്റ്റ് പാകിസ്ഥാനായിട്ടുള്ള ബംഗ്ലാദേശ് ലിബറേഷൻ വാറായിരുന്നു 1971. അത് ഈ യുദ്ധം അവസാനിച്ചത് സിംല കരാർ വഴിയാണ്. അതിനെ മുൻനിർത്തിയാണ് ഇന്ദിരാഗാന്ധി, സുൽഫിക്കർ അലി ഭൂട്ടോയായിരുന്നു ഇതിൽ ഒപ്പുവെച്ച നേതാക്കന്മാർ അല്ലെങ്കിൽ രാജ്യത്തലവന്മാർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ പാഠത്തിൽ മെയിനായിട്ട് നോക്കാനുള്ളത്. ഓക്കെ, അഡീഷണൽ റീഡിങ്ങിന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യാം. താങ്ക് യു.